ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജെയിംസ് ജോയ്സിന്റെ എവ്ലിൻ എന്ന ചെറുകഥയാണ്. എവ്ലിൻ എന്നത് ഡബ്ലിനേഴ്സ് എന്ന കളക്ഷനിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ചെറുകഥയാണ്. കുടുംബം, കടമ, ഭയം, പാരാലിസിസ്, രക്ഷപ്പെടാനുള്ള ആഗ്രഹം എന്നീ തീമുകളാണ് ഈ ചെറുകഥയിൽ എക്സ്പ്ലോർ ചെയ്യുന്നത്. ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള തീരുമാനത്തെ അഭിമുഖീകരിക്കുന്ന ഒരു യുവതിയുടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റിനെയാണ് ഇവിടെ ജെയിംസ് ജോയ്സ് ചിത്രീകരിക്കുന്നത്. ഐറിഷ് യുവതിയായിട്ടുള്ള എവ്ലിൻ ജനാലക്കരികിൽ ഇരുന്ന് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നിടത്താണ് കഥ ആരംഭിക്കുന്നത്. ഡബ്ലിനിലെ വിരസമായ വീട്ടിൽ അച്ഛനോടും സഹോദരങ്ങൾക്കുമൊപ്പമായിരുന്നു അവൾ താമസിച്ചിരുന്നത്. അവളുടെ അച്ഛൻ ഒരു അബ്യൂസീവ് ഫാദർ ആയിരുന്നു. നിരന്തരമായ ജോലി, ഉത്തരവാദിത്തം, ഇമോഷണൽ സ്ട്രെയിൻ എന്നിവയാൽ ജീവിതത്തോട് അവൾക്ക് മടുപ്പ് തോന്നി തുടങ്ങിയിരുന്നു. അവളുടെ അമ്മ മരിച്ചതാണ്. കുടുംബത്തെ ഒരുമിച്ച് നിർത്തുമെന്ന് അവൾ അമ്മക്ക് വാക്കു നൽകിയിരുന്നു. അവളുടെ അച്ഛൻ വയലന്റും കൺട്രോളിംഗ് ഫാദറുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ സമ്പാദ്യമെല്ലാം അയാൾ ചെലവഴിച്ചിരുന്നു. ഒരു ലോക്കൽ സ്റ്റോറിലായിരുന്നു അവൾ ജോലി ചെയ്തിരുന്നത്. അവൾക്ക് വേണ്ട അത്ര വേതനവും മൂല്യവും ലഭിച്ചിരുന്നില്ല. അങ്ങനെയിരിക്കെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എവ്ലിന് ഒരു അവസരം ലഭിക്കുകയാണ്. സെയിലർ ആയിട്ടുള്ള ഫ്രാങ്കുമായി അവൾ സീക്രട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ബ്യൂണസ് ഐറിസിൽ ഒരു പുതിയ ജീവിതം അവൻ അവൾക്ക് വാഗ്ദാനം ചെയ്തു. ഇവിടെ ഫ്രാങ്കിനെ ഒരു സന്തോഷം മാത്രം നിറഞ്ഞ ഫ്യൂച്ചറിന്റെ പ്രതീകമായിട്ടാണ് ജെയിംസ് ജോയ്സ് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ബഹുമാനിക്കപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ജീവിതത്തെക്കുറിച്ച് എവ്ലിൻ സ്വപ്നം കണ്ടു തുടങ്ങുകയാണ്. കഥ മുന്നോട്ട് നീങ്ങുമ്പോൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാനുള്ള തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം ഷിപ്പിലേക്ക് കയറുവാനും വേണ്ടിയിട്ട് ഡോക്സിൽ ഫ്രാങ്ക് എവ്ലിനെ കാത്തു നിൽക്കുകയാണ്. എവ്ലിൻ ഷിപ്പിലോട്ട് കയറാൻ തുടങ്ങുമ്പോൾ ഭയവും പരിഭ്രാന്തിയും അവളെ തളർത്തുന്നു. കുടുംബത്തോടുള്ള കടമ, ഫിയർ ഓഫ് അൺനോൺ, അതുപോലെ റിലീജിയസ് ഗിൽട്ട് അവളെ പൂർണ്ണമായി തളർത്തുന്നു. അവൾക്ക് ഒട്ടും തന്നെ അനങ്ങാൻ സാധിച്ചില്ല. ഫ്രാങ്ക് അവളോട് കപ്പലിൽ കയറാൻ ആവശ്യപ്പെടുകയായിരുന്നു. പക്ഷേ അവൾ ചിന്തയിൽ മരവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കഥയുടെ അവസാനം ഫ്രാങ്ക് അവളില്ലാതെ പോകാൻ നിർബന്ധിതനാവുകയാണ്. എവ്ലിൻ നിസ്സഹായതയോടെ അവൻ പോകുന്നത് നോക്കി നിൽക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത്. സോ ഇൻ നട്ട്ഷെൽ നമുക്ക് എന്തു പറയാം? ജെയിംസ് ജോയ്സിന്റെ എവ്ലിൻ എന്ന കഥ ഫ്രീഡം കൈവരിക്കാൻ കഴിയാത്ത ഒരു യങ് ഐറിഷ് വുമനെ കുറിച്ചിട്ടുള്ള ഒരു ട്രാജിക് സ്റ്റോറി തന്നെയാണ്. ഭയം, കടമ, ഇമോഷണൽ ചേഞ്ച് എന്നിവ എങ്ങനെ ശക്തമായ സ്വപ്നങ്ങളെ പോലും കീഴടക്കുന്നു എന്ന് ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു. ഇനി നമുക്ക് ഈ കഥയിലെ മെയിൻ തീംസ് എന്തൊക്കെയെന്ന് നോക്കാം. ഈ കഥയിൽ വരുന്ന മെയിൻ തീംസ് ആണ് ഫിയർ ഓഫ് ചേഞ്ച്, എസ്കേപ്പ് വേഴ്സസ് ഡ്യൂട്ടി, religious and cultural pressure, memory and nostalgia, and finally paralysis. സോ ഇതൊക്കെയാണ് ഇതിലെ മെയിൻ തീംസ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് തീംസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വേണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഓൺ ദ കമൻറ്റ് ബോക്സ്. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഈ സ്റ്റോറിയെ കുറിച്ചിട്ട് ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സോ നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേയ്സ് വീഡിയോ. ഇഫ് യു ലൈക്ക് മൈ വീഡിയോസ്, പ്ലീസ് കൺസിഡർ സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.